പുതിയ 4 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഒഡീഷ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായി 4594 കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി നൽകിയതെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ലക്നൌ മെട്രോ വികസനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇലക്ട്രോണിക്സ് മേഖലയിലെ കുതിപ്പിന് കരുത്തു പകർന്നുകൊണ്ട് പുതിയ 4 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 6 സെമി കണ്ടക്ടർ പ്രൊജക്ടുകൾക്ക് നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. ഒഡീഷ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായി 4594 കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി നൽകിയതെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പുതിയ പ്രൊജക്ടിലൂടെ ഇലക്ട്രോണിക്സ് മേഖലയിലെ 2000-ലധികം ആളുകൾക്കും കൂടാതെ മറ്റ് ധാരാളം തൊഴിലവസരങ്ങളും ഉണ്ടാകും. All the 4 plants will start their construction work very soon. As you have seen in the case of first 6 plants, the permissions, everything came in a record time, within 100 days most of the times, and within 6 months they started their design and construction. Same progress we think we will have in this. രാജ്യത്തെ ഊർജ്ജ ലഭ്യതയും പുതിയ ഉൽപാദന യൂണിറ്റുകൾക്കുമായി ആകെ 18,541 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും. ഊർജ്ജ മേഖലയിൽ 8,146 കോടി രൂപയുടെ നിക്ഷേപത്തിൽ 700 മെഗാവാട്ട് ആറ്റോ ഹൈഡ്രോളിക് പവർ പദ്ധതിക്കും മന്ത്രിസഭ അനുമതി നൽകി. 5,801 കോടി രൂപ ചെലവിൽ ലക്നൌ മെട്രോ വികസനം നടപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഓൾഡ് ലക്നൌ മേഖലയിൽ 12 സ്റ്റോപ്പുകൾ ബന്ധിപ്പിച്ചുകൊണ്ടാണ് മെട്രോ വികസനം. ജനം, ഡൽഹി.